എഫക്റ്റ് ആണ്, അതായത് ഇലക്ട്രിക് കറണ്ടിന്റെ മാഗ്നറ്റിക് എഫക്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പം നിങ്ങളുടെ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തുടങ്ങുന്ന തന്നെ രണ്ട് മാഗ്നറ്റുകളുടെ പടം കാണിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പം രണ്ട് പടം തമ്മിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു ബാർ മാഗ്നറ്റ് ആണ്, മീൻസ് ഒരു പെർമനന്റ് ആയിട്ടുള്ള മാഗ്നറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. എന്നാൽ ഈ രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ മാത്രമാണ് ഇതെന്ത് കാണിക്കുന്നത്, അതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിഫറൻസ് മനസ്സിലായടാ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാർ മാഗ്നറ്റ്, മീൻസ് അതൊരു പെർമനന്റ് മാഗ്നറ്റ് ആണ്. എന്നാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ നമ്മൾ ഇതിലൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നത് അന്നേരം മാത്രമാണ് ഇത് എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. നമ്മുടെ ഒരുപാട് ഇലക്ട്രിക്കൽ ഡിവൈസസ് ഇല്ലേ, നമ്മുടെ ഇലക്ട്രിക് ബെല്ലൊക്കെ ഇല്ലേ, അതിലൊക്കെ നമ്മൾ എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം രണ്ടും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഫസ്റ്റ് വൺ, ഇപ്പൊ നമുക്ക് ഇത് രണ്ടിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് അല്ലെങ്കിൽ പൊളാരിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്ത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഇലക്ട്രോ മാഗ്നറ്റിന്റെ കേസിൽ ഞാൻ പറഞ്ഞു എന്താണ്, ഇലക്ട്രിസിറ്റി കടത്തിവിടുമ്പോൾ മാത്രമാണ് ഇതൊരു മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ആണ്. ഓക്കെ, ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇവിടുത്തെ കേസിലോ ഇത് ആ മാഗ്നറ്റ് ആയിരുന്നപ്പോൾ തൊട്ട് എന്താണ്, അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓൾവേസ് അത് എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണെന്ന് പറയാം. ഇനി ഇത് നോക്കിയേ, നിങ്ങൾ ഈ ഫീൽഡ് ലൈൻ, ഈ ലൈൻസ് കാണുന്നുണ്ടോ, ഈ ലൈൻസ് ആണ് നമ്മൾ എന്താന്ന് വിളിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയും. രണ്ട് പടത്തിലും കണ്ടോ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമാജിനറി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈൻസ് ആണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്ന അറിയാമോ, നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും സൗത്ത് പോളിൽ എന്ത് ചെയ്യും, എൻഡ് ചെയ്യുകയും ചെയ്യുന്നു. Magnetic field line starts from the north pole and ends in the south pole. അപ്പം നിങ്ങൾക്ക് ഒരു പടം തന്നിട്ട് നിങ്ങളോട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തന്നിട്ടുണ്ടെന്ന് വെച്ചോ, അപ്പൊ നിങ്ങളോട് നോർത്ത് പോളും സൗത്ത് പോളും അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യണം, ഈ ആരോ നോക്കുക. ഈ ആരോ നോക്കുമ്പോൾ ആരോ എവിടുന്ന് എങ്ങോട്ടായിരിക്കും എപ്പോഴും, നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക്, ആ ഡയറക്ഷനിലായിരിക്കും എപ്പോഴും ആരോ നമ്മൾ ഇടുന്നത്. ഓക്കെ, അപ്പം നിങ്ങളോട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് എന്റെ ആരോയും തന്നിട്ടുണ്ട്, എന്നിട്ട് മാഗ്നറ്റിന്റെ പോൾസ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോർത്ത് പോളിൽ നിന്നും എൻഡ് ചെയ്യുന്നത് സൗത്ത് പോളിൽ നിന്നുമാണ്. ഇനിയല്ല, നിങ്ങളോട് ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സൗത്ത് പോളും നോർത്ത് പോളും തന്നു, ഇനി എന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ആരോയുടെ ഡയറക്ഷൻ ശ്രദ്ധിച്ചു വെക്കുക. ഓക്കേടാ, അപ്പം നമ്മൾ ഇത്രേ പറഞ്ഞോളൂ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞൊരു ബാർ മാഗ്നറ്റ് ആണ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ബാർ മാഗ്നറ്റിന്റെ പ്രത്യേകത അത് ഓൾവേസ് ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ്. കുറെ വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യും, ഇതിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഒക്കെ കുറയൊക്കെ ചെയ്യും. ഓക്കെ, പക്ഷെ ഇത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു ടെമ്പററി മാഗ്നറ്റ് ആണ്, താൽക്കാലികമായി മാത്രമാണ് അതൊരു മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. എപ്പോഴാണോ ഇലക്ട്രോ മാഗ്നറ്റിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് അന്നേരം അത് എന്ത് കാണിക്കും, ഒരു മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കും. നമ്മുടെ ഇലക്ട്രിക്കൽ ഡിവൈസ് ആയിട്ടുള്ള ഇലക്ട്രിക് ബെല്ല്, ഫാൻ, നമ്മൾ ഇതിനകത്തൊക്കെ എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ട് മാഗ്നറ്റ് ആണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് പൊളാരിറ്റി നമുക്ക് എന്ത് ചെയ്താൽ മതി, മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറഞ്ഞാൽ അറിയാലോടാ, അതിനകത്ത് എന്തുണ്ട്, ഒരു നീഡിലുണ്ട്. ആ നീഡിൽ നോർത്തും സൗത്തും കാണിക്കുന്ന ഒരു നീഡിലാണ്. അപ്പം നിങ്ങൾ ഈ മാഗ്നറ്റിക് കോമ്പസ് ഈ മാഗ്നറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പം നോർത്ത് പോൾ ഇതിന്റെ അടുത്ത് നിന്ന് ദൂരേക്ക് മാറി പോവുകയാണെങ്കിൽ അതിനർത്ഥം ഇതെന്ത് പോളാണ്, നോർത്ത് പോളാണ്. ഓക്കെ, അപ്പം കാരണം നമുക്കറിയാം ലൈക്ക് പോൾസ് എപ്പോഴും എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും, അൺലൈക്ക് പോൾസ് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അപ്പം ഇത് നോർത്ത് പോൾ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു മാഗ്നറ്റിക് നീഡിലിനെ ഇതിനടുത്തേക്ക് കൊണ്ടുവരുമ്പം നോർത്ത് പോളിന്റെ നോർത്ത് ഡയറക്ഷൻ ഇരിക്കുന്ന കോമ്പസ് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് റിപ്പൽ ചെയ്യും. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസും അതുപോലെ തന്നെ പൊളാരിറ്റിയും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി ഇലക്ട്രോ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് എന്താണ്, ടെമ്പററി ആണ്. Magnetic field around an electromagnet is created due to flow of current through the coils in it. അപ്പൊ ഇതിനകത്തുള്ള കോയിലിലൂടെ നമ്മൾ കറണ്ട് ഒഴുകുന്നത് മൂലമാണ് അവിടെ എന്തുണ്ടാവുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ അടുത്ത പോയിന്റ് പറഞ്ഞാൽ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം നോർത്ത് പോൾ ആൻഡ് എൻഡ്സ് ഇൻ സൗത്ത് പോൾ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, സൗത്ത് പോളിൽ എൻഡ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം അത് മാത്രമല്ല, ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വെളിയിൽ മാത്രമല്ല ഇതിനുള്ളിലും എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്ത് സൗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാമെന്ന് അറിയാമോ, ഇത് ക്ലോസ്ഡ് ലൂപ്സ് ഫോം ചെയ്യുന്നുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നോക്കിയാൽ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സർക്യൂട്ട് ഓൺ ആക്കുന്നു,
സർക്യൂട്ട് ഓൺ ആക്കുമ്പം ആദ്യത്തെ സർക്യൂട്ടിൽ നോക്കിയടാ എ ടു ബി ആണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പം നിങ്ങളോട് ചോദിച്ചേക്കുന്നത് ഇത് മാഗ്നറ്റിക് നീഡിൽ അതിന്റെ താഴെ വെച്ചിട്ടുണ്ട്, മാഗ്നറ്റിക് നീഡിൽ എങ്ങനെ ഡിഫ്ലക്ട് ചെയ്യും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം എ ടു ബി ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്യും, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്യും. മീൻസ് ഈ നോർത്ത് വെസ്റ്റിലേക്ക് എന്ത് ചെയ്യും, ഡിഫ്ലക്ട് ചെയ്യും. ഇനി തിരിച്ച് കറണ്ട് നേരെ തിരിച്ചൊഴുകുകയാണ്, ബി ടു എ ആണ് കറണ്ട് ഒഴുകുന്നത് എങ്കിൽ മാഗ്നറ്റിക് നീഡിൽ എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നു, ക്ലോക്ക് വൈസ് ആയിട്ട്, അതായത് അത് ഈസ്റ്റിലേക്കാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ അടുത്ത് കാണിച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് ഉണ്ടോ, ഇതാണ് ക്ലോക്ക് വൈസ് ആയിട്ട് ഡിഫ്ലക്ട് ചെയ്യും. എ ടു ബി ആണെങ്കിൽ അതെന്താണ്, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഡിഫ്ലക്ട് ചെയ്യും. അപ്പം ഇനി നമ്മൾ എങ്ങനെയാണ് പറയുന്നത് ഇത് ക്ലോക്ക് വൈസ് ആയിട്ട് ഡിഫ്ലക്ട് ചെയ്യും അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഡിഫ്ലക്ട് ചെയ്യും എന്ന് നമുക്ക് പറയണമെങ്കിൽ നമുക്ക് അതിന് എന്തെങ്കിലും ഒരു റൂൾ കാണും അല്ലേ, എങ്കിലെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ടൊരു പടം കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്യും എന്ന് പറയാൻ പറ്റൂ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള റൂളാണ് നമ്മുടെ ആംബിയർ സ്വിമ്മിംഗ് റൂൾ എന്ന് പറയുന്നത്. ഓക്കേടാ, ആംബിയർ സ്വിമ്മിംഗ് റൂൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് മാൻ ആണ്, ഞാൻ ടൈപ്പ് ചെയ്ത് മാറുമ്പോഴാണ്. ഓക്കെ, ഒരു മാൻ എന്ത് ചെയ്യുന്നു അറിയാമോ, സ്വിം ചെയ്യുന്നു. ആ പടത്തിൽ കാണിച്ചേക്കുന്നുണ്ടോ, ഒരാൾ എന്ത് ചെയ്യാണ്, നീന്തുകയാണ്. അപ്പം അയാൾ നീന്തുന്നത് എങ്ങനെയാണ്, കറണ്ട് ഫ്ലോ ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് അയാൾ നീന്തുന്നത്. അയാൾക്ക് മാഗ്നറ്റിക് നീഡിലിൽ അയാൾക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നുണ്ട്, അയാൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സെയിം ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, നീന്തുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ലെഫ്റ്റ് ഹാൻഡ് ഏതാണോ ആ ഡയറക്ഷനിലായിരിക്കും നോർത്ത് പോൾ ഡിഫ്ലക്ട് ചെയ്യുന്നത്. അയാളുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നോർത്ത് പോൾ ഡിഫ്ലക്ട് ചെയ്യുന്നത്. കണ്ടോ, ഇയാൾ എന്ത് ചെയ്യുകയാണ്, സ്വിം ചെയ്യുകയാണ്, കറണ്ട് ഡയറക്ഷനിലാണ് സ്വിം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നോർത്ത് പോൾ കണ്ടോ അയാളുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ അടുത്തേക്ക്, ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നുണ്ടോ, ലെഫ്റ്റ് ഹാൻഡിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യും, നോർത്ത് പോൾ ഡിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഇനി ഈ പടം ഒന്ന് നോക്കിയടാ, ഈ പടത്തിൽ നോക്കിയേ, എ ടു ബി ആണ് കറണ്ട് ട്രാവൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് നീന്തുന്നത്. അപ്പൊ അയാളുടെ ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ ആയിരിക്കില്ലേ. അപ്പം ഈ നോർത്ത് പോൾ എന്ത് ചെയ്യും, അയാളുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യും, ഡിഫ്ലക്ട് ചെയ്യും. ഇനി തിരിച്ച് നീന്തുവാന്ന് വെച്ചോ, തിരിച്ച് നീന്തുമ്പോ എന്താണ്, തിരിഞ്ഞ് നീന്തുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഇപ്പുറത്തെ സൈഡിലാണ് വരുന്നത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യും, നോർത്ത് പോൾ എന്ത് ചെയ്യും, ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ ആണോടാ ഇത് ആംബിയർ സ്വിമ്മിംഗ് റൂൾ എന്താ പറയുന്നത്, നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ ഒരാൾ നീന്തുകയാണ്, അങ്ങനെയാണ് എങ്കിൽ ആ മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോൾ എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നു, ലെഫ്റ്റ് ഹാൻഡിന്റെ ഡയറക്ഷനിൽ എന്ത് ചെയ്യും, ഡിഫ്ലക്ട് ചെയ്യും. ആ റൂൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ മാഗ്നറ്റിക് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചപ്പോൾ നമ്മളുടെ ഈ മാഗ്നറ്റിക് ഫീൽഡ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്, മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്ത് കാണണം, ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാണണം അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് അവിടെ മാഗ്നറ്റിനെ വല്ലതും വെച്ചായിരുന്നോ, ഇല്ല. അപ്പൊ പിന്നെ ആകെ അവിടെ ഉണ്ടായത് എന്താണ്, കറണ്ട് ഒഴുകി അല്ലേ. അപ്പം ആ കറണ്ട് ഫ്ലോ മൂലമാണ് അവിടെ എന്തുണ്ടായത്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്, മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തത്. അപ്പൊ മാഗ്നറ്റിക് നീഡിലിന്റെ ഡിഫ്ലക്ഷന് കാരണം എന്താണ്, മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്തുണ്ടാവണം, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണം. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാനായിട്ട് നമ്മളവിടെ മാഗ്നറ്റ് ഒന്നും തന്നെ വെച്ചിട്ടില്ല, പിന്നെ ആകെ ഉള്ളത് എന്താണ്, കറണ്ട് ഫ്ലോ ചെയ്തു. അപ്പൊ ആ കറണ്ട് ഫ്ലോ മൂലമാണ് അവിടെ എന്തുണ്ടായത്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത്. അപ്പൊ അതിൽ നമുക്ക് എന്ത് മനസ്സിലായി, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇത് ആദ്യമായി പറഞ്ഞത് ഓൾസ്റ്റഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, ഈ അടുത്ത ക്വസ്റ്റ്യൻ, ഡസ് ദ ഡിഫ്ലക്ഷൻ ഡിപ്പെൻഡ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്, അതായത് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ടിനെ ഡിഫ്ലക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ഉറപ്പായിട്ടും ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ പറഞ്ഞു എ ടു ബി ആണ് കറണ്ട് ഒഴുകുന്നത് എങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് എന്ത് ചെയ്യും, ഡിഫ്ലക്ട് ചെയ്യും. ബി ടു എ ആണ് ഒഴുകുന്നതെങ്കിൽ ക്ലോക്ക് വൈസ് ഡിഫ്ലക്ട് ചെയ്യും. അപ്പം കറണ്ട് ഒഴുകുന്ന ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ രണ്ട് പോസിബിൾ ഡിഫ്ലക്ഷൻ വന്നത് അല്ലേ. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി, എന്തുകൊണ്ടാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും എന്നറിയാമോ, മാഗ്നറ്റ്സിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഈ ഫോഴ്സ് ആണ് എന്തിന് കാരണമാവുന്നത്, മാഗ്നറ്റിക് നീഡിലിന്റെ മോഷന് കാരണമാകുന്നത്. ഓക്കെ ആണോടാ ഇത്രയും. സ്പീഡ് കൂടുന്നുണ്ടോ, ആരും റിപ്ലൈ ഇടാ, ഓക്കെ ആണോ. ഓക്കെ, ഇനി
അടുത്ത നോക്കിയടാ, അടുത്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അപ്പം ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് എന്ത് പ്രപ്പോസ് ചെയ്തത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രപ്പോസ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ റൂൾ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൽ നിങ്ങൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പിടിക്കുകയാണെന്ന് ഇമാജിൻ ചെയ്യുക. ഈ പടത്തിൽ കണ്ടോ, നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൽ നിങ്ങൾ എന്ത് പിടിക്കുകയാണ്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പിടിക്കുകയാണ്. ഇൻ സച്ച് എ വേ ദാറ്റ് ദ തമ്പ് പോയിന്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. തമ്പ് ഏത് ഡയറക്ഷനിൽ പോയിന്റ് ചെയ്യും? കറണ്ടിന്റെ ഡയറക്ഷനിൽ പോയിന്റ് ചെയ്യുന്നു. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫിംഗേഴ്സ് എന്തിന്റെ ഡയറക്ഷനെ കാണിക്കും? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെ കാണിക്കും. ഓക്കെ, നമ്മൾ റൈറ്റ് ഹാൻഡിൽ എന്ത് പിടിക്കുന്നു? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പിടിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ തമ്പ് എന്തിനെ കാണിക്കും? കറണ്ടിന്റെ ഡയറക്ഷനെ കാണിക്കും. അങ്ങനെയാണ് മറ്റുള്ള നിങ്ങൾ എൻസർക്കിൾ ചെയ്തിരിക്കുന്ന ഈ ഫിംഗേഴ്സ് എന്തിനെ കാണിക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്നു. ഈ സെയിം റൂൾ തന്നെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത്? നിങ്ങൾ റൈറ്റ് ഹാൻഡിൽ എന്ത് പിടിക്കുന്നു? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പിടിക്കുന്നു. ഇൻ സച്ച് എ വേ ദാറ്റ് തമ്പ് എന്തിന്റെ ഡയറക്ഷനെ കാണിക്കുന്നു? കറണ്ടിന്റെ ഡയറക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ മറ്റുള്ള ഫിംഗേഴ്സ് എന്തിന്റെ ഡയറക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ഒരു പേന എങ്ങാനും എടുത്ത് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ പിടിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇത് നോക്കിയേ, ഈ തമ്പ് നേരെ തിരിച്ചായിരുന്നു. കറണ്ട് താപ്പോട്ടാണ് ഒഴുകുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കറണ്ട് താപ്പോട്ട് ഒഴുകിയിരുന്നെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തിരിച്ചു വന്നേനെ അല്ലേ? അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണോടാ? ഇനി നെക്സ്റ്റ് ആണ് സോളിനോയിഡ്. സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഇൻസുലേറ്റഡ് കോയിലാണ്. ഓക്കെ, സോളിനോയിഡ് ഈസ് ആൻ ഇൻസുലേറ്റഡ് വയർ വൗണ്ട് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഹെലിക്സ്. അതായത് ഒരു ഹെലിക്സിന്റെ രൂപത്തിൽ വൗണ്ട് ചെയ്തിരിക്കുന്ന ഇൻസുലേറ്റഡ് വയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോളിനോയിഡ് എന്ന് വിളിക്കുന്നത്. ഹെലിക്സ് മീൻസ് ഇത് കംപ്ലീറ്റ് ഒരു സർക്കിൾ ആണോ? ഇത് സർക്കിൾ അല്ല, എന്നാൽ സർക്കിളിന്റെ അതേ ഷേപ്പുള്ള ഇച്ചിരി എക്സ്പാൻഡ് ആയിട്ടൊരു സാധനം അല്ലേ? അപ്പം സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഹെലിക്സിന്റെ ഷേപ്പിൽ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു വയറാണ് എന്തെന്ന് പറയുന്നത്? സോളിനോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? ഏതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പം ഇങ്ങനെ കോയിൽഡ് ആയിട്ടുള്ള കണ്ടക്ടേഴ്സിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നോക്കി, അതുകൊണ്ടാണ് നമ്മൾ കണ്ടോ ഇവിടെ എന്ത് കാണിച്ചിട്ടുണ്ട്? നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നോർത്ത് ടു സൗത്ത് എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡ്സ് നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല സോളിനോയിഡിന്റെ ഉള്ളിലും എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഇനി നോക്കിയടാ, ഈ സോളിനോയിഡിന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയേ, എല്ലാ ലൈൻസും പാരലൽ ആണ് അല്ലേ? അതായത് ഈ സോളിനോയിഡിന്റെ ഉള്ളിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെല്ലാം ഒരേ സ്ട്രെങ്ത് ആയിരിക്കും. ഓക്കെ, സോളിനോയിഡിന്റെ ഉള്ളിൽ എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെല്ലാം ഒരേ സ്ട്രെങ്ത് ആയിരിക്കും. അപ്പൊ എന്താ സോളിനോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെലിക്സിന്റെ രൂപത്തിൽ ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൗണ്ട് ചെയ്തിരിക്കുന്ന ഇൻസുലേറ്റഡ് വയർ ആണ് എന്തെന്ന് പറയുന്നത്? സോളിനോയിഡ് എന്ന് പറയുന്നത്. നമ്മൾ പിന്നെന്താണ് പറഞ്ഞത്? സോളിനോയിഡിലും എന്തുണ്ടാവുന്നുണ്ട്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സോളിനോയിഡിലൂടെ നമ്മളൊരു കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. നമ്മുടെ സാധാരണ മാഗ്നറ്റിനെ പോലെ ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് സൗത്തിൽ വന്ന് എൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി സോളിനോയിഡിന് എന്തുണ്ട്? വെളിയിൽ മാത്രമല്ല ഉള്ളിലൂടെയും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ട്. ഈ സോളിനോയിഡിന് ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയേ, എല്ലാം പാരലൽ ആയിട്ടാണ്. അതായത് ഈ സോളിനോയിഡിനുള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെല്ലാം എന്തായിരിക്കും? സെയിം സ്ട്രെങ്ത് ആയിരിക്കും. ഓക്കെ, ഇനി അത് നമ്മൾ പറഞ്ഞ എന്താണ്? മാഗ്നറ്റ്സ് അറ്റ് എയ്തർ എൻഡ്സ് ഓഫ് എ സോളിനോയിഡ് ആർ ഡിഫറെന്റ്. അതായത് സാധാ മാഗ്നറ്റിനെ പോലെ തന്നെ രണ്ട് എൻ പോയിന്റ്സിലും എന്ത് കാണും? രണ്ട് വ്യത്യസ്ത പോൾസ് കാണും. സോളിനോയിഡിനും എന്തുണ്ട്? രണ്ട് വ്യത്യസ്ത പോൾസ് ഉണ്ട്. ഇനി നിങ്ങൾ എങ്ങനെയാണ് ഒരു സോളിനോയിഡിന്റെ നോർത്ത് പോളും സൗത്ത് പോളും എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇപ്പൊ നോക്കിയടാ, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എങ്കിൽ അത് എന്ത് പോളായിരിക്കും? സൗത്ത് പോളായിരിക്കും. ഓക്കെ ആണോടാ? കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എങ്കിൽ സോളിനോയിഡിന്റെ ആ എൻഡ് എന്ത് പോളായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. ഇനി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്കിൽ അത് എന്തായിരിക്കും? നോർത്ത് പോൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് പടം നോക്കാം. നോക്കിയടാ, ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്ത ആ എൻഡ് എന്ത് പോൾ ആയിരിക്കും എന്നാ പറഞ്ഞത്? സൗത്ത് പോൾ ആണ്. ഓക്കെ, ഇനി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ ഈ എൻഡ് എന്തായിരിക്കും? നോർത്ത് പോൾ ആയിരിക്കും. ഓക്കെ അല്ലേടാ? അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആ എൻഡ് സൗത്ത് പോളും,
ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആ എൻഡ് എന്ത് പോളായിരിക്കും? നോർത്ത് പോളും ആയിരിക്കും. ഓക്കെ, അപ്പം സോളിനോയിഡിന്റെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സോളിനോയിഡ് രണ്ട് എൻഡ്സിലും ഡിഫറെന്റ് പോൾസ് കാണും. അത് പോൾസ് നമ്മൾ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആ എൻഡ് എന്തായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. ഇനി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആ എൻഡ് എന്തായിരിക്കും? നോർത്ത് പോൾ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി എന്തൊക്കെയാണ് ഈ സോളിനോയിഡ്, ഒരു കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള സോളിനോയിഡിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പം നോക്കി, സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്ത് എന്തുണ്ട്? ഒരുപാട് ടേൺസ് ഉണ്ട് അല്ലേ? അപ്പം ഒരുപാട് ടേൺസ് ഉണ്ട്. അപ്പൊ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടേൺസ്, നമ്പർ ഓഫ് ടേൺസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും? ഒരു സോളിനോയിഡിലൂടെ ഉള്ള സോളിനോയിഡിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത് നമുക്കറിയാം ഒരു കറണ്ട് ഒഴുകുന്നത് മൂലമാണ് അവിടെ എന്തുണ്ടാവുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. സോ ഈ ഒഴുകുന്ന കറണ്ടിന്റെ സ്ട്രെങ്ത് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് ഇൻക്രീസ് ചെയ്യും? ഈ സോളിനോയിഡിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് അയണിനെ എന്തായിട്ട് ഉപയോഗിക്കുക? കോർ ആയിട്ട് ഉപയോഗിക്കുക. സോഫ്റ്റ് അയൺ കോർ ആവുമ്പോഴും മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ത് ചെയ്യും? കൂടുതൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറെ നേരം റിറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് അതിനുണ്ട്. ഓക്കെ, അപ്പം സോഫ്റ്റ് അയൺ കോർ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? ഈ സോളിനോയിഡിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത്രയും ഫാക്ടേഴ്സ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ്, സോളിനോയിഡ് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് സോളിനോയിഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ എഫക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്ട് ചെയ്യുന്നത്? ഒന്നാമത്തതെന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേൺസ്. നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കൂടും? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടും. അതുപോലെ തന്നെ കറണ്ട്, ഒഴുകുന്ന കറണ്ടിന്റെ ഫ്ലോ ഇൻക്രീസ് ചെയ്യുക. സോഫ്റ്റ് അയൺ എന്തായിട്ട് ഉപയോഗിക്കുക? കോർ ആയിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ എന്താണ്? സോളിനോയിഡിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അപ്പം സോളിനോയിഡ് നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങളെ പറഞ്ഞോളൂ. സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസുലേറ്റഡ് വയർ ആണ്. അത് എന്ത് ചെയ്യുന്നു? ഹെലിക്സിന്റെ ഷേപ്പിൽ വൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻസുലേറ്റഡ് വയർ ആണ് സോളിനോയിഡ്. സച്ച് കോൾഡ് കണ്ടക്ടേഴ്സ് ആർ യൂസ് ടു മേക്ക് യൂസ് ഓഫ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി. അത്തരത്തിലുള്ള കോൾഡ് കണ്ടക്ടേഴ്സിനെ നമുക്ക് എന്തിനു ഉപയോഗിക്കാം? ഇലക്ട്രിസിറ്റിയുടെ മാഗ്നറ്റിക് എഫക്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ്? മാഗ്നറ്റിക്സ് അറ്റ് ഏതർ എൻഡ്സ് ഓഫ് സോളിനോയിഡ് ആർ ഡിഫറൻറ്റ്. സോളിനോയിഡ് രണ്ട് എൻഡ്സിലുള്ള മാഗ്നറ്റിക്സ്. ആടാ പറയടാ. സോളിനോയിഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു. എന്താടാ കേട്ടില്ല, ഉറക്കെ പറ. സോളിനോയിഡ് ഇല്ലേ, അതൊന്നുകൂടെ പറഞ്ഞു തരുമോ? സോളിനോയിഡ്. ഓക്കെ, സോളിനോയിഡ് ഒന്നുകൂടെ പറയാം കേട്ടോ. സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസുലേറ്റഡ് വയർ ആണ്. അത് എന്ത് ചെയ്തിരിക്കുന്നു? ഹെലിക്സിന്റെ രൂപത്തിൽ വൗണ്ട് ചെയ്തിരിക്കുന്നു. അതാണ് നമ്മുടെ ഈ പടം കണ്ടോ? ഹെലിക്സിന്റെ രൂപത്തിൽ വൗണ്ട് ചെയ്തിരിക്കുന്ന ഇൻസുലേറ്റഡ് വയർ ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? സോളിനോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഈ സോളിനോയിഡിലൂടെ നമ്മൾ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സോളിനോയിഡ് ചുറ്റും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ലേ? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ആ മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്തിനെ റെപ്രസെന്റ് ചെയ്യും? ഈ സോളിനോയിഡിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പം സാധാരണ നമ്മളുടെ മാഗ്നറ്റ് പോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്ത് പോളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് സൗത്ത് പോളിൽ എന്ത് ചെയ്യും? എൻഡ് ചെയ്യും. ഇനി നിങ്ങൾ ഈ സോളിനോയിഡിന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ നോക്കിയേ. എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും എന്താണ്? പാരലൽ ആണ് അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോളിനോയിഡിനുള്ളില് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് യൂണിഫോം സ്ട്രെങ്ത് ആയിരിക്കും. ഓക്കെ, എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാരലൽ ആണ്. സോ നമുക്ക് പറയാം എന്താണ്? ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സോളിനോയിഡിനുള്ളിൽ യൂണിഫോം സ്ട്രെങ്ത് ആയിരിക്കും. ഇനി രണ്ട് പോൾസ് സോളിനോയിഡിനുണ്ട്. അപ്പൊ ഈ രണ്ട് പോൾസ് നമ്മൾ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ഡിറ്റർമൈൻ ചെയ്യും? ഇതിന്റെ നോർത്ത് പോളും സൗത്ത് പോളും ഡിറ്റർമൈൻ ചെയ്യും. അപ്പം ഈ കറണ്ട് ഒഴുകുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എങ്കിൽ സോളിനോയിഡിന്റെ ആ എൻഡിനെ നമ്മൾ എന്ത് വിളിക്കും? സൗത്ത് പോൾ എന്നും. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എങ്കിൽ ആ എൻഡിനെ നമ്മൾ എന്ത് വിളിക്കും? നോർത്ത് പോൾ എന്നും വിളിക്കും. അത് മനസ്സിലാക്കാൻ നമ്മൾ ഈ പടം ഉപയോഗിച്ചു നോക്കിയേ. കറണ്ട് ഇവിടെ നിന്നാണ് എൻ്റർ ചെയ്യുന്നത്. അത് ഏത് ഡയറക്ഷനിലാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? ഒഴുകുന്നത്. സോ ഇതെന്താണ്? സൗത്ത് പോൾ ആണ്. ഓക്കെ, ഇനി അടുത്ത ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നത് എങ്കിൽ അത് എന്ത് പോൾ ആയിരിക്കും? നോർത്ത് പോൾ ആയിരിക്കും. ഓക്കെ അല്ലേ?
ഈ നമ്മൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോളിനോയിഡ് കറണ്ട് ക്യാരിങ് ആയിട്ടുള്ള ഒരു സോളിനോയിഡിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇനി ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്തിനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഒന്നാമത്തെ ഫാക്ടർ പറഞ്ഞു നമ്പർ ഓഫ് ടേൺസ്. സോളിനോയിഡിനകത്ത് എന്താണ് ഒരുപാട് ടേൺസ് ഉണ്ട് അല്ലെ? ഈ ടേൺസിന്റെ എണ്ണം നമ്മൾ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നറിയാമോ? അവിടെ എന്ത് കൂടും? അവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടും. ഓക്കെ. ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് കറണ്ട് ഫ്ലോ. കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുക. അതായത് കൂടുതൽ കറണ്ട് നമ്മൾ കടത്തി വിടുവാണെങ്കിൽ അവിടെ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. കുറച്ച് കറണ്ട് കടത്തി വിടുന്നുണ്ടെങ്കിൽ കുറച്ച് കറണ്ട് അവിടെ എന്ത് ചെയ്തോളൂ? പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ. ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ എന്ത് ചെയ്യുക? കോറായിട്ട് മീൻസ് ഇത് ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നതിന് കോറായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുക? സോഫ്റ്റ് അയൺ കോർ യൂസ് ചെയ്യുക. സോഫ്റ്റ് അയൺ യൂസ് ചെയ്യുക. ഓക്കെ. ഇനി നാലാം നമ്മൾ പറഞ്ഞ എന്ത് ചെയ്യുക? ഈ സോളിനോയിഡിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ആ കോയിലിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. ഓക്കെ. ഇത് ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്? ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കറണ്ട് ക്യാരിങ് ആയിട്ടുള്ള സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇത് ഇത്രയാണ്. ഇനി അടുത്തത് എന്താണ് സോളിനോയിഡ് വേഴ്സസ് ബാർ മാഗ്നറ്റ്? മീൻസ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം നമുക്കറിയാം ബാർ മാഗ്നറ്റ് ആണ്. ബാർ മാഗ്നറ്റിന്റെ കേസിൽ അവിടുത്തെ മാഗ്നറ്റിസം എന്ന് പറയുന്നത് എന്താണ്? പെർമനന്റ് ആണ്. ഓക്കെ. നമ്മൾ ആദ്യം തൊട്ടേ പറയാണ് ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ്. പക്ഷെ സോളിനോയിഡ് എന്താടാ? കറണ്ട് കടത്തി വിടുമ്പോൾ മാത്രമാണ് അത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നത് അല്ലേ? സോളിനോയിഡിന്റെ മാഗ്നറ്റിസം എന്താണ്? ടെമ്പററി ആണ്. ഓക്കെ. ഇനി ഇത് തന്നെ വീണ്ടും പറഞ്ഞിരിക്കുന്നു, ബാർ മാഗ്നറ്റ് എന്താണ്? പെർമനന്റ് മാഗ്നറ്റ് ആണ്. സോളിനോയിഡ് എന്ന് വെച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ഇറ്റ് ആക്ട്സ് ആസ് എ മാഗ്നറ്റ് വെൻ കറന്റ് പാസ് ത്രൂ ഇറ്റ്. അതിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ മാത്രമാണ് അത് എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നത്? മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ബാർ മാഗ്നറ്റിന്റെ കേസിൽ എന്താണ്? വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതായത് നമുക്കറിയാം കുറെ നാൾ നമ്മൾ ഈ മാഗ്നറ്റ് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറച്ചൊക്കെ ലോസ് ആവും. അപ്പൊ അവിടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അത് മാത്രമല്ല നമുക്ക് ഇതിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ബാർ മാഗ്നറ്റിക് സ്ട്രെങ്ത് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സോളിനോയിഡിന്റെ കേസിൽ എന്താണ്? സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. നമുക്ക് അതുപോലെ ചേഞ്ച് ചെയ്യാം. നമുക്ക് കൂടുതൽ കറണ്ട് കടത്തി വിടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് സോളിനോയിഡിന്റെ കേസിൽ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി 4 സ്ട്രെങ്ത് കനോട്ട് ബി ചേഞ്ച്ഡ്. ബാർ മാഗ്നറ്റ് പെർമനന്റ് മാഗ്നറ്റ് ആണ്. നമ്മൾ ആ മാഗ്നറ്റിക് സ്ട്രെങ്തിലാണ് അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ കൂടുതൽ സ്ട്രെങ്ത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ബാർ മാഗ്നറ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ സ്ട്രെങ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പക്ഷെ സോളിനോയിഡിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു എന്താണ്? അതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് മാറ്റുകയോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ചേഞ്ച് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ സ്ട്രെങ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി ബാർ മാഗ്നറ്റ് എന്താണ്? പൊളാരിറ്റി ഫിക്സ്ഡ് ആണ്. അതിന്റെ നോർത്ത് പോളും സൗത്ത് പോളും നമ്മൾ ആദ്യമേ എന്താണ് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ ഫിക്സ്ഡ് ആക്കിയ 2 പോൾസ് ആണ്. അതിന്റെ പൊളാരിറ്റി ഫിക്സ്ഡ് ആണ്. നമുക്ക് അത് പെട്ടെന്നൊന്നും ഈസിലി റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ സോളിനോയിഡിന്റെ കേസ് നമുക്കറിയാം, നമുക്ക് പൊളാരിറ്റി റിവേഴ്സ് ചെയ്യാം. അതിന് എന്ത് ചെയ്താൽ മതി? അതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ മതി. കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് ചേഞ്ച് ചെയ്യും? അവിടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ അവിടെ എന്തായിരിക്കും? സൗത്ത് പോളും. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് നോർത്ത് പോളും ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ നമുക്ക് ഒരു സോളിനോയിഡിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയാമോ? പൊളാരിറ്റി പെട്ടെന്ന് തന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതിന് എന്ത് ചെയ്താൽ മതി? നമ്മൾ അതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മാത്രം മതി. ഓക്കെ. അപ്പൊ ഇതാണ് സോളിനോയിഡും ബാർ മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ബാർ മാഗ്നറ്റിന്റെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിസം പെർമനന്റ് ആണ്. ഓക്കെ. എന്നാൽ സോളിനോയിഡിന്റെ കേസിൽ മാഗ്നറ്റിസം ടെമ്പററി ആണ്. കാരണം സോളിനോയിഡിന്റെ കേസിൽ നമ്മൾ കറണ്ട് ഒഴുകുമ്പോൾ മാത്രമാണ് അതൊരു മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. ബാർ മാഗ്നറ്റിന്റെ കേസിൽ അങ്ങനെയല്ല. അത് പെർമനന്റ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തൊരു മാഗ്നറ്റ് ആണ്. ഇനി ബാർ മാഗ്നറ്റ് ആകുമ്പോൾ അടുത്തൊരു വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. എന്നാൽ സോളിനോയിഡിന്റെ കേസിൽ നമുക്ക് എന്താണ്? വളരെ സ്ട്രോങ് ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യാനായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ സോളിനോയിഡിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി ബാർ മാഗ്നറ്റിന്റെ കേസിൽ പൊളാരിറ്റി ഫിക്സ്ഡ് ആണ്. നോർത്ത് പോൾ സൗത്ത് പോൾ ഫിക്സ്ഡ് ആണ്. നമുക്ക് പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സോളിനോയിഡിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊളാരിറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പം ഇതാണ് സോളിനോയിഡും അതുപോലെ തന്നെ ബാർ മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമ്മൾ ഇന്ന് ഇച്ചിരിയെ പഠിച്ചോളൂ അല്ലേ? നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എന്താണ് മാഗ്നറ്റിക്? ഫസ്റ്റ് 2 മാഗ്നറ്റിന്റെ പടം നമ്മൾ തന്നു. ആദ്യത്തത് ബാർ മാഗ്നറ്റും രണ്ടാമത്തെ എന്തായിരുന്നു? ഇലക്ട്രോ മാഗ്നറ്റും ആയിരുന്നു. ബാർ മാഗ്നറ്റ് നിങ്ങൾ മനസ്സിലായ ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് കടത്തി വിടുമ്പോൾ മാത്രം അതെന്തായിട്ട് ബിഹേവ് ചെയ്യും? ഒരു മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും.
ഓക്കെ, ഇനി മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസും പൊളാരിറ്റിയും നമുക്ക് മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്, മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന് കാരണം അതിലൂടെയുള്ള കോയിൽസിലൂടെ കറണ്ട് ഒഴുകുന്നത് മൂലമാണ് എന്ന് പറഞ്ഞു. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ ഓർത്ത് വെക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും സൗത്ത് പോളിൽ എന്ത് ചെയ്യും, എൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ആംബിയർ സ്വിമ്മിംഗ് റൂൾ ആണ്. ആംബിയർ സ്വിമ്മിംഗ് റൂൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു ആള് കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷനിലാണ് സ്വിം ചെയ്യുന്നത്. അങ്ങനെയാണ് എങ്കിൽ നോർത്ത് പോൾ എപ്പോഴും എന്ത് ചെയ്യും, അയാളുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യും, ഡിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ, കറണ്ട് എ ടു ബി മൂവ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോൾ എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യുമെന്നും ബി ടു എ മൂവ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോൾ എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യുമെന്നും നമ്മൾ പറഞ്ഞത് ആ റൂൾ വെച്ചിട്ടാണ്. ഓക്കെ, പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്, മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്. മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിന് ഡിഫ്ലക്ട് ചെയ്യണം ഉറപ്പായിട്ടും അവിടെ അതിന് ചുറ്റും എന്തുണ്ടായിരിക്കണം, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കണം. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന് കാരണമായത് എന്താണ്, ആ കണ്ടക്ടറിലൂടെ ഒഴുകിയ കറണ്ട് ആണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡിന് കാരണമായത്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഒരു കറണ്ട് ക്യാരിയും കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാവുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും, മാഗ്നറ്റ്സിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറഞ്ഞ ഒരു മാഗ്നറ്റ് ആണ്. അപ്പൊ അവിടെ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, ആ മാഗ്നറ്റിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുകയും ആ ഫോഴ്സ് മൂലമാണ് അവിടുത്തെ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുകയും ചെയ്തത്. ഓക്കെ, ഇനി റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താണ് പറഞ്ഞത്, നിങ്ങളൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ റൈറ്റ് ഹാൻഡിൽ പിടിക്കുകയാണെന്ന് വെച്ചോ, അങ്ങനെയാണ് എങ്കിൽ തമ്പ് എന്തിനെ കാണിക്കുന്നു, കറണ്ടിന്റെ ഡയറക്ഷനെ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫിംഗേഴ്സ് എന്തിനെ കാണിക്കുന്നു എന്നറിയാമോ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെയാണ് കാണിക്കുന്നത്. ഈ റൂളിനെ നമ്മൾ എന്തും പറയും, റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്നും പറയാം. അപ്പൊ ഈ റൂൾ വെച്ചിട്ട് നമുക്ക് എന്താണ്, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ഏതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പെട്ടെന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻസുലേറ്റഡ് വയർ ആണ്. അത് ഹെലിക്സിന്റെ രൂപത്തിൽ വൗണ്ട് ചെയ്ത ഒരു ഇൻസുലേറ്റഡ് വയർ ആണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. അപ്പം ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത് പോലെ തന്നെ കോയിൽഡ് ആയിട്ടുള്ള കണ്ടക്ടറിന് ചുറ്റും നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും, കറണ്ട് കടത്തി ഇട്ട് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്, അതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് യൂസ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് യൂസ് ചെയ്യും. അതിനുശേഷം സോളിനോയിഡിനുള്ളിലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോക്കിയപ്പോൾ അവരെല്ലാം പാരലൽ ആണ്. സോ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡിന് സെയിം സ്ട്രെങ്ത് ആണ് നമുക്ക് മനസ്സിലായി. ഇനി രണ്ട് എൻഡ് നോർത്ത് പോളും സൗത്ത് പോളും നോർത്ത് പോളും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ നോക്കാൻ പറഞ്ഞു. ഓക്കെ, കറണ്ട് ഒഴുകുന്നത് എന്താണ്, മീൻസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എങ്കിൽ അതെന്തായിരിക്കും, ആ എൻഡ് എന്ന് പറയുന്നത് സോളിനോയിഡിന്റെ സൗത്ത് പോളും, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ആ എൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന്റെ നോർത്ത് പോളും ആയിരിക്കും. ഓക്കെ, ഇനി സോളിനോയിഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, സോളിനോയിഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ സ്ട്രെങ്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ടേൺസ്, അതുപോലെ തന്നെ എന്താണ്, കറണ്ട് ഫ്ലോയുടെ സ്ട്രെങ്ത്, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സോഫ്റ്റ് അയൺ എന്ത് ചെയ്യുക, കോറായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ഇൻക്രീസ് ചെയ്യുക, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, സോളിനോയിഡിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, എന്താണ് സോളിനോയിഡിന്റെ ബാർ മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ്. എന്നാൽ സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ടെമ്പററി ആണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിനോയിഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ഓക്കെ, ഇവിടെ കറണ്ട് കടന്നു പോകുമ്പോൾ മാത്രമാണ് അത് എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നത്, ഒരു മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. ബാർ മാഗ്നറ്റിനെ കൊണ്ട് വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോളിനോയിഡിന് എന്തായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ സോളിനോയിഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്താൽ മതി, അവിടെ ഒഴുകുന്ന കറണ്ടിന്റെ അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസിന്റെ ഒക്കെ ഇത് ചെയ്താൽ മതി, നമ്പർ ഓഫ് ടേൺസ് ചേഞ്ച് ചെയ്താൽ മതി. പൊളാരിറ്റി ബാർ മാഗ്നറ്റിന്റെ കേസിൽ ഫിക്സ്ഡ് ആണ്, നമുക്ക് പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. സോളിനോയിഡിന്റെ കേസിൽ നമുക്ക് ജസ്റ്റ് ഡയറക്ഷൻ, കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, പൊളാരിറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയാണ് കേട്ടോ ഞാൻ പ്രിപ്പയർ ചെയ്തത്. ഇതുവരെ പഠിപ്പിച്ചെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചേടാ. നിങ്ങൾക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് ഡയറക്ഷൻ കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്നോട് പറഞ്ഞു. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എളുപ്പമാടാ. കയ്യിലൊരു പേന എങ്ങാനും ഉണ്ടെങ്കിൽ ആ പേന എടുത്തൊന്ന് പിടിച്ചു നോക്കുക. അപ്പം ഇത് കണ്ടോ, ഈ തമ്പ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ മീൻസ് തള്ളവിരൽ കാണിക്കുന്നത് എന്തിന്റെ ഡയറക്ഷനെയാ, കറണ്ടിന്റെ ഡയറക്ഷനെയാ. കറണ്ട് പോകുന്നത് ഇവിടുന്ന് മേപ്പോട്ടാണ്.
വൈറ്റ് ആരോ കാണിച്ചേക്കുന്നുണ്ടോ? അത് കറണ്ടിന്റെ ഡയറക്ഷനെ കാണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫിംഗേഴ്സ് എന്തിനെ കാണിക്കും എന്നറിയാമോ? മാഗ്നറ്റിക് ഫീൽഡ്സിന്റെ ഡയറക്ഷനെ കാണിക്കും. അപ്പം ഏത് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇത് ചരിച്ചു പിടിക്കുകയാണ്, ചരിഞ്ഞിരിക്കുകയാണ്, അപ്പൊ കറണ്ട് ഇങ്ങോട്ടാണ് ഒഴുകുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? തമ്പ് ഇങ്ങോട്ട് പിടിച്ചാൽ മതി. അപ്പം അത് എങ്ങോട്ടാണോ നിങ്ങളുടെ ഫിംഗേഴ്സ്, ബാക്കിയുള്ള ഫിംഗേഴ്സ് എൻസർക്കിൾ ചെയ്യുന്നത്, അതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. എളുപ്പമാണ്, നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, തമ്പിന്റെ ഡയറക്ഷൻ നോക്കിയാൽ ബാക്കി ഫിംഗേഴ്സിന്റെ ഡയറക്ഷൻ ഉണ്ടോ നോക്കി നമുക്ക് പെട്ടെന്ന് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇതിന്റെ താഴെ മറ്റേ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഇല്ലേ, അത് ഇവിടെ തന്നെയാ? റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ നിങ്ങൾ ടെക്സ്റ്റിൽ കിടപ്പില്ലേ? ഉണ്ടല്ലോ. റൈറ്റ് ഹാൻഡ് വെയിറ്റ്, ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോടാ? കേൾക്കാം. ഓക്കേടാ. അപ്പം റൈറ്റ് ഹാൻഡ് സ്ക്രൂകൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം സ്ക്രൂ ഊരില്ലേ, മീൻസ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യില്ലേ, അപ്പം സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുമ്പം അതിന്റെ ടിപ്പ് വരുന്ന ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ് അവിടെ നമ്മൾ പറയുന്നത്. അതായത് ടിപ്പ് എന്തിനെ കാണിക്കും? ടിപ്പ് പോകുന്ന ഡയറക്ഷൻ എന്തിന്? കറണ്ടിന്റെ ഡയറക്ഷൻ, കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഡയറക്ഷനെ ആയിരിക്കും ടിപ്പ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ക്രൂ ഏത് ഡയറക്ഷനിലാണ് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷൻ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കും. മീൻസ് ഇപ്പം സ്ക്രൂ അഴിക്കാനായിട്ട് നിങ്ങൾ ഏത് സൈഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പം ആ ഡയറക്ഷൻ, സ്ക്രൂ ഇറങ്ങി വരുന്ന ഡയറക്ഷനാണ് കറണ്ടിന്റെ ഡയറക്ഷൻ എങ്കിൽ നിങ്ങൾ ആ കൈ റൊട്ടേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തിന്റെ ഡയറക്ഷൻ? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അതുപോലെ തന്നെ സ്ക്രൂ അകത്തേക്ക് മുറുക്കുകയാണെങ്കിൽ ടിപ്പ് അങ്ങോട്ടല്ലേ പോണത്, അപ്പം അതായിരിക്കും ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നിങ്ങളുടെ കൈ എങ്ങോട്ടാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. സ്ക്രൂ എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതാണ് എന്തിന്റെ ഡയറക്ഷൻ? കറണ്ടിന്റെ ഡയറക്ഷൻ. ഓക്കെ, സ്ക്രൂവിന്റെ ടിപ്പ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അത് കറണ്ടിന്റെ ഡയറക്ഷനും നമ്മുടെ ഹാൻഡ് എങ്ങോട്ടാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതെന്ന് പറയുന്നത് എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ മനസ്സിലായോ? അതിൽ എളുപ്പം എനിക്ക് തോന്നുന്നു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആയിരിക്കും. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? ഓക്കെ അല്ലേടാ? ഇനി കുറച്ച് പോർഷൻസ് കൂടെ അല്ലേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. മോട്ടർ റൂൾ അല്ലേ ഉള്ളൂ? ഓക്കെ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും മോട്ടറും കൂടെ ഉള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാവേ. ഓക്കെ അല്ലേ? ജെറിൻ ചേട്ടാ ഓക്കെ അല്ലേ? ഓക്കെ ഗോപി. ആർക്കെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ ക്ലിയർ ചെയ്യാൻ?